പാലക്കാടേക്കാണ്. അവിടെ തട്ടിക്കൊണ്ടുപോയ വ്യവസായി രക്ഷപ്പെട്ടു. തടവിൽ പാർപ്പിച്ച വീട്ടിൽ നിന്നും മുഹമ്മദ് അലി ഇറങ്ങി ഓടുകയായിരുന്നു. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട്. തിരുമിറ്റക്കോട് കോഴിക്കാട്ടിരി പാലത്തിന് സമീപത്ത് നിന്ന് ഇന്നലെ വൈകുന്നേരമാണ് കാറിലെത്തിയ സംഘം മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, വളരെ അത്ഭുതകരമായി തന്നെ മുഹമ്മദ് അലി രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ജിൽഫി, ഇന്നലെ വൈകുന്നേരമാണ് ഈ മലപ്പുറം പാലക്കാട് അതിർത്തിയായ തിരുമറ്റക്കോട് വെച്ച് ഈ മുഹമ്മദ് അലി സഞ്ചരിച്ചിരുന്ന കാറിനെ ഫോളോ ചെയ്ത് വന്ന ഒരു ഇന്നോവ കാറിൽ നിന്നുള്ള സംഘം തട്ടിക്കൊണ്ടുപോകുന്നത്. ഇവർ കാറിന് മുഹമ്മദ് അലി സഞ്ചരിച്ചിരുന്ന കാറിന് മുൻപിൽ മറ്റൊരു കാറ് നിർത്തുകയും തോക്ക് കൊണ്ട് ഇറങ്ങുകയും ഈ മുഹമ്മദ് അലി സഞ്ചരിച്ചിരുന്ന കാറ് തകർക്കാൻ ശ്രമിക്കുകയും പിന്നീട് മുഹമ്മദ് അലിയെ വലിച്ചിഴച്ചുകൊണ്ട് അവരുടെ കാറിലേക്ക് കയറ്റുകയും ചെയ്തു. പിന്നീട് ഈ ആദ്യം മലപ്പുറം ജില്ലയുടെ ഭാഗത്തേക്ക് പോവുകയും പിന്നീട് ഒറ്റപ്പാലത്തിന് സമീപമുള്ള കോതകുർശിയിൽ ഒരു വീട്ടിൽ തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇന്ന് പുലർച്ചയോടുകൂടി മുഹമ്മദ് അലി ഇറങ്ങി ഓടി രക്ഷപ്പെടുകയും സമീപത്ത് ഒരു പള്ളിയിൽ കയറുകയും ചെയ്തു. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട്. ഈ പള്ളിയിലുള്ള ആളുകളാണ് പിന്നീട് PK ദാസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. അദ്ദേഹം എന്താണ് ഈ മർദ്ദനത്തിന് കാരണമെന്നോ തട്ടിക്കൊണ്ടുപോകുന്നതിന് കാരണമെന്നോ ഇപ്പോഴും വ്യക്തം. എന്തായാലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിക്കേറ്റ പാടുകളും മറ്റുമുണ്ട്. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യെസ്, അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇനിയും മുഹമ്മദ് അലിയിൽ നിന്നടക്കം ലഭിക്കേണ്ടിയിരിക്കുന്നു. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട്. ഇനി എന്തിനായിരുന്നു തട്ടിക്കൊണ്ടുപോയത്, ആരാണ് സംഘത്തിലുണ്ടായത് തുടങ്ങിയ വിവരങ്ങളൊക്കെ മുഹമ്മദ് അലിയിൽ നിന്ന് പോലീസ് ചോദിച്ചറിയാം. വരും മണിക്കൂറുകൾ എന്നാണ് മനസ്സിലാക്കുന്നത്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.